This is heaven. Woo! ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോപ്കിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാനിവിടുന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ലാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഡ്രസ്സൊക്കെ അലക്കിയിട്ടത്, പക്ഷേ ഡ്രസ്സൊന്നും ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ ബാഗ് ഇരട്ടി വെയിറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ എന്താ പറയുക, ഇനി ഹിച്ച് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. എനിക്കിത് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, കുറച്ച് നേരം നടന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. ഇപ്പോൾ നല്ല സൺസെറ്റാണ് കേട്ടോ. നോക്കി അവിടെ ഉണ്ടോ, അവിടെ ഇപ്പോൾ ചെടി മറിച്ചതാട്ടോ. നല്ല സണ്ണായിരുന്നു. ഞാൻ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. ഇതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി വരികയാണെങ്കിൽ കൈ കാണിക്കാമെന്ന് ഓർത്തിട്ട്. അപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ പോകുന്നത് നേരെ പുന്തകോട എന്ന് പറഞ്ഞ സ്ഥലമാണ്. ലാസ്റ്റ് ഒരു റോഡ്, അതായത് ഒരു ഹൈവേ തീരുന്നത്. ആ സോ പുന്തകോട കഴിഞ്ഞിട്ട് പിന്നെ ബറാങ്കോ ആണുള്ളത്. അപ്പോൾ ബറാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുനിന്ന് പുന്തകോടയിൽ നിന്ന് നമുക്ക്, ഞാൻ നെക്സ്റ്റ് രാജ്യം പോകുന്നത് ഗോത്തേമല എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് ബോട്ടിൽ പോകാൻ പറ്റും. ഞാൻ അങ്ങനെ ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ബോട്ടിലൊരു 1 hour ഉണ്ട്. ആ ഒരു 1 hour മൊത്തം അടിപൊളിയാണെന്നാണ് ഞാൻ ഇങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. സോ അതും ഒരു അഡ്വഞ്ചർ പിടിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ലാൻഡ് വഴി ഗോത്തമല പോകാനായിരുന്നു ഉദ്ദേശിച്ചത്. സാൻ ഇഗ്നാസിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ കുറേ വാട്ടർഫാൾസും ബ്യൂട്ടിഫുൾ കേവ്സും മൗണ്ടെയിൻ ആണ്. അങ്ങനെ നല്ല തണുപ്പുള്ളൊരു ഏരിയ ആയിരുന്നു. പക്ഷെ അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു വഴി, ബോട്ട് വഴി പോകുന്നത് കുറച്ചുകൂടെ അഡ്വഞ്ചറാണ്. ഈ സാൻ ഇഗ്നാസിയോ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ടൂറിസ്റ്റിക്കാണ്. പക്ഷെ ഞാനിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം പുന്തകോടയിൽ നിന്ന് ബറാങ്കോയിലേക്ക് അത്യാവശ്യം ഒരു 1 hour 2 hours ഒക്കെ എടുക്കും. അവിടെ റോഡ് തന്നെ ഇല്ല, മൊത്തം ഓഫ് റോഡൊക്കെയാണ്. എന്നിട്ട് വേണം അങ്ങോട്ട് എത്താനായിട്ട്. എനിക്ക് അടുത്തൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരെവിടേക്കാണെന്നൊന്നും എനിക്കറിയില്ല, ചോദിച്ചോട്ടെ. എൻ്റെ പോലെ തന്നെ ഈ ഒരു പുള്ളിക്കാരി ലിഫ്റ്റ് അടിച്ച് കയറിയതാണ് കേട്ടോ. അവിടെ ലിഫ്റ്റ് അടിക്കുന്നത് ഭയങ്കര കോമൺ ആണ്. യു ഓൾസോ ഹിച്ചാക്കിങ് ഗോയിങ് ടു ഹോം? ഓക്കെ, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബസ്സൊക്കെ ഇവിടെ ഭയങ്കര കുറവാണ്, ഇടയ്ക്കേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്നെ പോലെ എല്ലാവരും ഒരുപാട് പേര് ഹിച്ചേക്കേഴ്സ് ഉണ്ട്. ആ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് വന്നിട്ട് ഞാനിപ്പോൾ ഇൻഡിപെൻഡൻസ് അങ്ങനെ എന്തോ ഒരു പറഞ്ഞ സ്ഥലത്താണ് ഞാൻ എത്തിയിട്ടുള്ള. ഒരു വില്ലേജിലാണ് എത്തിയത്. ആള് പറഞ്ഞു അവിടെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്, അവിടെ ആക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ആക്കിയിട്ട് ഞാൻ അവിടെ പോയി സംസാരിച്ചു. അപ്പോൾ അവിടെ ഒരു ഇന്ത്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 22 വർഷമായിട്ടുള്ളൊരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ ആളെന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊടുത്തു. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ അവർ ബ്രദറും അവരുടെ ഫാമിലിയും പിള്ളേരും ഒക്കെ ഉണ്ട്. ഞാൻ ഇന്ന് ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. ഹായ് ഹായ് ഹൗ ആർ യു? I'm fine. You are from Rajasthan, right? Yes, I'm from Rajasthan. Which part of Rajasthan? Jaipur. Jaipur. Yes. Okay. ഇത് അവരുടെ എല്ലാം പിള്ളേരാണ് കേട്ടോ. ഹായ്. ഇതെല്ലാം വൈഫും അവരുടെ വൈഫിൻ്റെ സിസ്റ്ററും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഹലോ. ഹായ്. എന്ത് ക്യൂട്ടാ നോക്കും പിള്ളേരെല്ലാം കാണാനായിട്ട്. ഗുഡ് നെയിം? Yes. Name? Your name? Prisha Monani. Prisha Monani. Prisha. Monani. Okay, Prisha Monani. Yes. Okay, your name? Sanvi Monani. Okay. Yours? Advik Monani. Monani is like a family name. Yes. Monani. Our surname. It's our surname. Okay, surname. Yeah. Okay. Your name? Kiara. Iara? Kiara. K. Oh, Iara. No, K. Kiara. P Okay. Huh? P for Prisha. Okay. P for Prisha. Okay. I think he is more happy now. Yes. Before he was crying. ഞാൻ തവണ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ റൈസ് ഉണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ തൈരുണ്ട്, പിന്നെ ഇതുണ്ടല്ലോ എന്താ പറയുക, സ്പിനാച്ച് ഉണ്ടല്ലോ, അതാണ്. ഇവർ വെജാണ് കഴിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഞാനത് അവരോടൊക്കെ ബായ് പറഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. പുന്തകോട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ആ ഏരിയയിലേക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ലപോലെ ഉറങ്ങി. അപ്പം ഇന്ന് ഞാൻ എണീച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങി. ഇന്നിപ്പോൾ സാഹചര്യം കിട്ടുവാണെങ്കിൽ 2 നേരമൊക്കെ കുളിക്കും. എക്സ്ട്രീം ചൂടാണ് കേട്ടോ. ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്. നല്ല വെയിലും നല്ല ചൂടുണ്ട്. സോ ഞാൻ പോകുന്ന വഴിക്ക് കേരളത്തിലുള്ള ഒരാളുണ്ട് അവിടെ, ഒരു സ്പൈസ് ഫാമിൽ
അവിടെ പോയി നോക്ക് എന്നൊക്കെ എൻ്റെ അടുത്ത് ഈ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു. റോഡ് സൈഡിൽ തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ പോകുന്ന വഴിക്ക്. സോ പോകുന്ന വഴി അവിടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആളിങ്ങനെ പറഞ്ഞു പോയി നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഞാൻ എന്തായാലും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞാൻ റോഡിലേക്ക് എത്താൻ കുറച്ച് ദൂരമുണ്ട്. റോഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഒരു ബമ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്ലോ ആക്കുമ്പോൾ ലിഫ്റ്റ് കിട്ടാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഒരു 5 മിനിറ്റായി ഞാനിവിടെ നിൽക്കുന്നു, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നറിയോ? ഇൻഡിപെൻഡൻസ് ആൻഡ് മാംഗോ ക്രീക്ക്, അതാണ് സ്ഥലത്തിൻ്റെ പേര്. കുറേ പേര് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും, ഇവിടെ വരുള്ളൂ അവിടെ വരുള്ളൂ എന്ന്. ഞാൻ അവിടെ വരുള്ളേ. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയാൽ മെയിൻ റോഡ് എത്തും. എനിക്കൊന്നൊരു 2 മൈലൊക്കെ എത്ര ഉണ്ടാവുള്ളൂ. ഓക്കെ. ആ വണ്ടി നിർത്തിയോ? മറ്റേ വണ്ടി എനിക്ക് വേണ്ടി നിർത്തിയതാണോ? അവിടെ വണ്ടി നിർത്തിയെന്ന് തോന്നുന്നു. ഞാൻ പോയോട്ടെ. ഈ വണ്ടി എനിക്ക് വേണ്ടി തന്നെ നിർത്തിയതാണ്. അവർ കുന്തകോടയ്ക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇടയിൽ പിന്നെ ഇറങ്ങണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇടയിൽ ആ സ്പൈ ഫാം ഉണ്ട് എന്ന് പറഞ്ഞാൽ മലയാളി എന്ന് പറഞ്ഞു. പക്ഷെ മലയാളിയാണെന്ന് ആൾക്ക് തന്നെ ഉറപ്പില്ല. ഇറങ്ങണോ വേണ്ട ഞാൻ കൺഫ്യൂസ്ഡാണ്. കാരണം വണ്ടി ഇവിടെ ഇപ്പോൾ കിട്ടി, ഇനി കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടുന്ന് കുന്തകോടയ്ക്ക് ഒരു 100 കിലോമീറ്റർ ഉണ്ട്. അവിടെ എത്തുമ്പോഴേക്കും ഞാൻ കരിഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ട്. പുറത്ത് നല്ല വെയിലാണ്. വണ്ടിയിൽ നോക്ക് ചെറിയൊരു ബെഞ്ചൊക്കെ കാണുന്നുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ബാഗിലാണ് ഇരിക്കുന്നത്. ബാഗിലിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കംഫർട്ട്. ആ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ട് ഞാനിപ്പോൾ ഉള്ളിലേക്കുള്ള ഏതോ ഒരു ഗ്രാമത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു മയൻസ് വില്ലേജ് ആണ്. ഇപ്പോൾ ക്രിയോളെ പീപ്പിളിനെ കണ്ടു, ഗരിഫുണ പീപ്പിളിനെ കണ്ടു. ഇത് മയൻസ് പീപ്പിളാണ്. ഇത് മയൻസ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഡിഫറെൻ്റ് ആണ്, ഇവിടുത്തെ ആളുകൾ ഡിഫറെൻ്റ് ആണ്, ഇവിടുത്തെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്, ഇവിടുത്തെ വീട് ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു പുള്ളിക്കാരിയെ പരിചയപ്പെട്ട്, അതായത് ആ വണ്ടിയിലുണ്ടായിരുന്ന ആൾ US-ലുള്ള ആളാണ്. പക്ഷേ ഇവിടുത്തെ ആളെ കല്യാണം കഴിച്ച് ഇപ്പോൾ ഇവിടെ സെറ്റിൽഡാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇവിടെ സൗണ്ട് കേൾക്കില്ല, കാരണം അത്രയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഞാൻ എത്തിയിട്ടുള്ളത്. നമുക്ക് ശരിക്കും ഒരു വില്ലേജാണ്, ഭയങ്കര ഉള്ളിലേക്ക്. ഇവിടെ ആകെ കുറച്ച് വീടുകളുള്ളൂ. ഈ വീടുകൾ തമ്മിൽ പരസ്പരം അവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ചെറിയൊരു വില്ലേജ്. അപ്പോൾ ഇന്ന് പുള്ളിക്കാരുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിലേക്ക് വന്നുകൊണ്ട് അങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. ആളും എന്നെപ്പോലെ ബാക്ക് പാക്കിംഗ് ഒക്കെ ചെയ്ത് കൊളംബിയയിലും പല സ്ഥലത്തും സോളോ ട്രാവലിംഗ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നെപ്പറ്റി. അങ്ങനെ എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വന്ന്. സോ ഒന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ലേക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വില്ലേജസൊക്കെ എനിക്ക് കാണുകയും ചെയ്യാം, ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാം. എനിക്ക് ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് ഞാൻ അവരുടെ വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയത്. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ വണ്ടി ദൂരെ നിർത്തിയപ്പോൾ എനിക്ക് നിർത്തിയതാണോ എന്ന് അറിയില്ല. ഞാൻ പിന്നെ ഓടിപ്പോയപ്പോഴാണ് എനിക്ക് വേണ്ടി നിർത്തിയത് തന്നെയാണ്. പുള്ളിക്കാരിയാണ് പറഞ്ഞത് ബാക്ക് പാക്കറാന്ന് തോന്നുന്നു, നിർത്താം, അങ്ങനെ ഹിച്ച് ഹൈക്കറാന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അങ്ങനെ അപ്പം ബർത്ത്ഡേക്ക് ആഘോഷിച്ച് ഞാനിവിടെ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ലേക്കിലേക്ക് പോവാണ്. അവരവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിലാണ് ഞാനുള്ളത്. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ അവരെ വീഡിയോയിൽ കാണിക്കാം. സോ ഞാനിവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, എന്നിട്ടിപ്പോൾ ആ ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരെല്ലാം പരിചയപ്പെടുത്തരാം. ഹായ് ഹലോ ഹായ്. ഇത് ബ്രെൻ. Your name is Bren, right? I'm Bren. It's twin twin Bren. You are from US, right? Yes. Okay, how is here, Belize? Now you are in Belize last two years, right? Years, yeah. Okay, how is Belize? I Why love you it. like? It's my home. I love it. Okay, so where did you do solo backpacking? I backpacked. I did the loop around Colombia. I Okay. did Ireland. I did Iceland, Germany, Europe and Central America. Okay, Europe and Central America you did. Yeah. How was that? It was nice. It was good. I did it solo. Now we go together. Okay. We just did Mexico together. Yeah. Nice. സോ ഇവിടെ പുള്ളിക്കാരനെ കല്യാണം കഴിച്ചിട്ട് പുള്ളിക്കാരി ഇവിടെ വന്നിട്ടാണ് ഇവിടെ സെറ്റിൽ ആയിട്ടുള്ളത്. ഇവിടെ ശരിക്കും കേരളം പോലെയാണ് കേട്ടോ കാണാനായിട്ട്. ഫുള്ള് ഗ്രീനറിയാണ്. ഐ എം സെയിങ് ദിസ് ഈസ് സെയിം ലൈക്ക് മൈ ഹോം ടൗൺ. Oh yeah. Yeah.
same. This even the climate, road the and the green. landscape, yeah, everything is almost same. ശരിക്കും നമ്മളെ കേരളത്തിൽ ഏതോ ഒരു വാട്ടർഫോളിലേക്ക് നടന്നു പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ലേക്കിലേക്ക് നടന്നു പോകുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ശരിക്കും ആ ഒരു ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പം ഇനി ഞാൻ പോകാൻ പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേക്കിലേക്കാണ്. അവിടെ ഒരു ഗ്രീൻ കളർ ലേക്കൊക്കെയാണ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര ബ്ലൂ ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ എല്ലാ ലേക്കും ആ ഒരു ബ്ലൂ കളറാണ്. അയ്യോ ഇത് കേരളം തന്നെയാണ് കേട്ടോ, എക്സാക്റ്റ് കേരളം. എനിക്കത് തന്നെയാണ് തോന്നുന്നു. നോക്ക്, വാഴ, പപ്പായ, പിന്നെ നമ്മുടെ കാട്ടിലൊക്കെ കാണുന്ന കുറേ ബുഷായിട്ടുള്ള ചെടികൾ, ഇതുപോലത്തെ ഓരോ ചെടികളിലെ കാട്ടുപൂക്കൾ, പിന്നെ കോക്കനട്ട് ട്രീസ് എല്ലാം സെയിമാണ്. പിന്നെ റോഡ് ഇപ്പോൾ കുറച്ച് നമ്മുടെ നാട്ടിൽ നല്ല റോഡൊക്കെയാണ് ഇവിടെ. പക്ഷെ അങ്ങനെ ഒരു ഡീപ്പ് വില്ലേജാണ് ആക്ച്വലി ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ റോഡൊന്നും അത്ര നല്ലതല്ല. റോഡില്ല എന്ന് തന്നെ പറയാം. കണ്ടോ, ജസ്റ്റ് നമ്മൾ നടന്നാണ് പോകുന്നത്. വണ്ടി കൊണ്ടുവരാൻ പറ്റും, പക്ഷേ ഇത് ലോക്ക് ചെയ്യുമോ, ഒരു ഗേറ്റ് ഉണ്ട്, അത് ലോക്ക് ചെയ്യുമോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി കൊണ്ടുവരാത്ത. കണ്ടോ വാഴക്കൊക്കെ പക്ഷെ ഭയങ്കര ഹൈറ്റാണല്ലോ. നമ്മളെ നാട്ടിലെ വാഴയ്ക്ക് ഇത്ര ഹൈറ്റില്ല, ഇത് ഭയങ്കര ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട്. ആക്ച്വലി വില്ലേജിലെ ആൾക്കാർ മാത്രമാണ് ഇങ്ങോട്ട് വരുള്ളൂ. ടൂറിസ്റ്റുകളോ പുറത്തുള്ള ആൾക്കാരോ ഒന്നും വരില്ല. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, പ്രൈവറ്റ് പ്രോപ്പർട്ടി നോ ട്രസ്പാസിങ്. ഇവർ ഇവിടുത്തെ വില്ലേജിലെ ആൾക്കാരായതുകൊണ്ടാണ് ഇവർക്ക് പോകാൻ പറ്റുന്നത്. ആക്ച്വലി ഈ മായൻ ട്രൈബ് തന്നെ ഇവിടെ 3 ടൈപ്പ് മായൻ ട്രൈബ് ഉണ്ട്. അതിലൊരു ടൈപ്പിലെ ആളാണ് ഇവരിതേ ബ്ലൂ പൂൾ ബെലീസ്. ആഹാ വേണ്ട, അയ്യോ ശരിക്ക് നല്ല കാടിന് നടുവിലൊരു സ്ഥലം. It's safe and cool, but locals call it the source because it's the source of the river where the springs come up. ഓക്കെ. ഓഹോ എൻ്റെ അമ്മ അടിപൊളി. കാട്ടിനുള്ളിൽ ഭയങ്കര പീസ്ഫുൾ. എൻ്റെ അമ്മ അടിപൊളിയാണ് കേട്ടോ. ഞാനിവിടെ സ്വർഗത്തിലേക്കാണോ വന്നത്? എൻ്റെ ഡൗട്ട് അതാ. ശരിക്കും നോക്ക്, വാവ് ബ്ലൂ കളറാണ്. പക്ഷെ ഇവിടുത്തെ എല്ലാ സ്ഥലവും എങ്ങനെയാണ് കേട്ടോ. എനിക്ക് നീന്താൻ പോലും അങ്ങനെ അറിയില്ല. ഞാൻ വലിയ കാര്യത്തിൽ സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് നീന്താൻ അറിയാം. അതുകൊണ്ട് തോന്നുന്നു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡീപ്പാണ്. അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഡീപ്പാണ്, ചില സ്ഥലത്ത്. ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്, നമുക്ക് നിലം കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്ന വരെ പോവാം. ആ ഒരു ബ്ലൂ കളർ എവിടെയാണോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആളുടെ ഇവിടെ ഡ്രോണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഡ്രോണൊക്കെ പറത്തിക്കാൻ പറ്റും നമുക്ക്. അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോളിൽ നിന്നുള്ള വ്യൂവും കൂടെ കാണാൻ പറ്റും. അത് അടിപൊളിയായിരിക്കും. ഞാൻ എന്തായാലും ചോദിച്ച് മേടിക്കുന്നുണ്ട്. നോക്ക്, ചുറ്റും കാട്, വേറെ ഒന്നുമില്ല കേട്ടോ. വാവ്, ഇതുവഴിയൊക്കെ നടന്നു, ഒരു മനുഷ്യൻ പോലും ഇല്ല. എനിക്ക് വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയില്ലായിരുന്നു, എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് ഹെവൻ. സോ നൈസ്. എൻ്റെ അടിപൊളി. ഇവിടെ നല്ല രസമുള്ള ഡിഫറെൻറ്റ് കളറിലെ പൂമ്പാറ്റകൾ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഹെവൻ തന്നെയാണിത്. വെള്ളയും മഞ്ഞയും പല കളറുണ്ട്, ബ്ലാക്കും യെല്ലോയും ഒക്കെ ഉണ്ട്. ഇതാണ്ടോ ഇതേ പോണ്. അതേ പോണ് നോക്ക്. ഇവിടെ നല്ല ചൂടാണ്, പക്ഷേ ഇങ്ങോട്ട് വന്ന സമയത്ത് ഭയങ്കര പീസ്ഫുള്ളായി. ഇവിടെ ചുറ്റും കാടും, ഭയങ്കര അടിപൊളി. തണുപ്പാണ്, വെള്ളത്തിന് അതിനേക്കാൾ തണുപ്പാണ്. വെള്ളത്തിൽ മീനുകളൊക്കെ ഉണ്ട്. സ്നോർക്കലിങ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു മുഖത്തിടുന്ന ആ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ ഞാൻ എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഭയങ്കര അടിപൊളി. ആക്ച്വലി എൻ്റെ മുഖം നിങ്ങൾക്ക് കണ്ടറിയുന്നുണ്ടാവും, മൊത്തം ഇങ്ങനെ കറുത്തിരുണ്ടിരിക്കുന്നുണ്ടാവും, ടാൻ അടിച്ചിട്ട്. കാരണം നല്ല വെയിലായിരുന്നു. ഒലിച്ചിറങ്ങുക, എൻ്റെ സ്കിൻ ഓൾറെഡി ഭയങ്കര ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, I can see. Even I saw here big one. Yeah, the big one. There's 2 right here. See? Okay. Yeah, big one. അവിടെ ഇതുണ്ട് കേട്ടോ, എന്താ ഇതിന് പറയാ, വലിയ മീനെല്ലാം കാണുന്നുണ്ട്. ശരിക്കും മീൻ അതുവഴി പോകുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് ഇവിടെയൊക്കെ ഓൾറെഡി എനിക്ക് ടാൻ അടിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് പോയപ്പോൾ നല്ലൊരു ടാൻ അടിച്ചതാ. അത് ഇത്ര മാസം കഴിഞ്ഞ് ജനുവരിയിൽ പോയത്, ഇതുവരെ അത് മാറിയിട്ടില്ല. ഇവിടുന്ന് അടുത്ത ടാൻ അടിക്കും. ടാൻ അടിച്ചാലും കുഴപ്പമില്ല. എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. നോക്ക് എന്ത് രസമാണ്. അതുവഴിയാണ് മീൻ പോകുന്നത്, അതെല്ലാം കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇവരെ കണ്ടില്ലായിരുന്നു എനിക്ക് ഒരിക്കലും ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റില്ലായിരുന്നു കേട്ടോ. എന്ത് രസമാണ് നോക്കി, അടിപൊളിയാണ് കേട്ടോ. ഞാനപ്പോൾ ഗോപ്രോ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഗോപ്രോ വെച്ചിട്ട് ഞാൻ വെള്ളത്തിൽ നനയ്ക്കാൻ വേണ്ടി പോവാണ്. ഫോണ് നനയ്ക്കുന്നില്ല, ഫോണ് നനച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഈ തണുപ്പൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര രീതിയിലാണ് തണുക്കുന്നത്. എൻ്റെ അമ്മോ,
It's very cold. I thought it's just cold, but this is a lot. അയ്യോ ഭയങ്കര തണുപ്പാ. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. നട്ടുച്ച സമയമാണിപ്പോ ഒരു 3 മണി ആയിട്ടുള്ളത്. ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമായിരുന്നു. അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇവിടെ ഇറങ്ങിയപ്പോ ശരിക്കും തണുപ്പ്. ഓ അടിപൊളി. ഞാൻ സ്നോർക്കലിങ്ങിന്റെ ഇതൊക്കെ ഇട്ടേക്കാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിട്ട്. എനിക്ക് പേടിയാണ്. ഞാൻ എന്നാലും പുള്ളിക്കാരി ഞാനും കൂടെ ഇറങ്ങുന്നുണ്ട്. തന്നെ പിടിച്ചോണ്ട് കൊണ്ടുപോവാണ്. It's cold, so it's best if you just real quick just dip all the way down. Slowly. I'm scared. Okay. You can still walk to about right there. It's cold. ഉള്ളിലേക്കൊക്കെ കാണാം. It's cold. Better? You get. GoPro എല്ലാം എടുത്ത് വെള്ളത്തിൽ മുക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാട്ടിയിൽ ഞാൻ കൊടുത്തു വിട്ടേക്കോടെ. Bye. It's yours. You take that photo. ഞാൻ ആക്ച്വലി ഗോപ്രോയിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതിങ്ങനെ വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടൊന്നും ക്ലിയർ അല്ല. സോ ഞാൻ നീന്താൻ വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇറ്റ്സ് നോട്ട് ഡീപ്പ് റൈറ്റ്? No, not on the coast. The side. I know it's a bit. Still I can go, but I'm scared. I'm scared, and actually I know, but You're doing great. yeah, but I'm scared. That's why I can't do it properly. It helps if you make your hands like a cup. Make a cup like this, and push the water. Don't let it go through your fingers. You'll move faster. But I don't know. Let me try someday. It's so good, but I don't know. നീന്താൻ കുറച്ചറിയാം. ആക്ച്വലി എനിക്ക് പകുതി പേടിയാണ്, അതുകൊണ്ടാണ് എപ്പോഴും നീന്താൻ പറ്റാത്തത്. എന്നാലും ട്രൈ ചെയ്യാം. Can I come till there? Yeah. Actually, I'm scared. I know it. Yeah. Water gone inside. എനിക്കിവിടെ കേൾക്കുന്ന സൗണ്ട് കിളികളുടെ മാത്രമാണ് കേട്ടോ. പിന്നെ ചിവീടിൻ്റെ സൗണ്ടാണ്.
എന്ത് രസമാണ് നോക്ക്. എൻ്റെ അമ്മ അടിപൊളിയാണ് കേട്ടോ. ഓ ശരിക്കും ഇത് ഹെവനാണ്. എനിക്ക് ഞാൻ പറഞ്ഞാലും അത് തീരൂല. ശരിക്കും അത് ഫീൽ ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഇത്രയും പേടിയാണ്, വെള്ളമൊക്കെ എനിക്ക് പേടിയായിട്ട് ഞാൻ ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് 1% നീന്തി എന്ന് പറയുന്നത് എന്തോ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. യാ അവിടെ ഒരു കേവ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ കേവിലേക്ക് നമുക്ക് നടന്നൊക്കെ പോവാം. കണ്ടോ അങ്ങ് ദൂരെ അവിടെ I'm jealous when you are swimming. I also want to do, but I'm scared. I don't know why. I don't know. You're just Yeah. your arms. Yeah. I want to go there actually. I really wish to go. How can I go? Like this? Like this? Like what? Like swim. You swim like fish. Maybe, but it's far, you know. If I'm scared, maybe I'll stop. Then I'll go inside. You want me to swim there? Yeah, you can. I can swim the side too. Oh, where is he? He's Underwater. താഴെ കൂടെ ഇങ്ങനെ പോകുന്ന കാണാം. ഓ അണ്ടർ വാട്ടർ സ്വിമ്മിങ് ആണ് കേട്ടോ. ആളെ കാണുന്നില്ല, അവിടെ എത്തുമ്പോ പൊങ്ങുള്ളൂ. ഇറ്റ്സ് ഇനഫ്. ദേ പൊക്കോണ്ടിരിക്കും, ദേ പൊങ്ങി. അണ്ടർ വാട്ടർ ആയിരുന്നു. കൊള്ളാം. See from there, you can see the rock. യാ ഫ്രം ഹിയർ ഐ ക്യാൻ സീ. അവിടെ കണ്ടോ ആഴുമില്ല, അവിടെ അത്രേ ഉള്ളൂ. അങ്ങോട്ട് പോണെങ്കിൽ ഇവിടെ നടുവില് ഗ്യാപ്പാണ്, അതാ പ്രശ്നം. അല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. വാട്ട്? If you want to go to the middle, you could actually go on that side. You can walk around that way. Big loop. Then I can go there? Maybe. I don't think it's quite as deep. ഇതുവഴി പോയിട്ട് അതുവഴി പോവാന്ന് തോന്നുന്നു. Let's see. Do you want to try it? Yeah. Maybe I wear slipper too. Otherwise it will be difficult. Yeah. ഞാനപ്പോൾ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ഇപ്പുറത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ ഈ കാടാണ്, കാട്ടിനുള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നേ. ഇതെങ്ങനെ കയറിയിട്ട് എന്ത് രസാ. You see this frame? Yeah. സീരിയസ്ലി പുള്ളിക്കാരുടെ ഫേവറേറ്റ് സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊടുന്നത്. ഇത് ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൂ. നടക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ അത്രേ ഉള്ളൂ. ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം നമ്മളെ നാട്ടിലുണ്ട്. അടിപൊളിയായിട്ടുള്ള ഇതുപോലത്തെ ഹിഡൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ. പക്ഷേ മഴക്കാലത്ത് മാത്രമാണ് ഉണ്ടാവാറ്, അല്ലാതെ ഫുൾ ടൈം ഉണ്ടാവാറില്ല കേട്ടോ. ഇവിടെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആഴം ഇല്ലാന്ന്, പക്ഷെ ആഴമുണ്ട്. അതായത് അടി കാണാൻ പറ്റുന്നു. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ടാണ് അടിയിൽ കാണാൻ പറ്റുന്നത്. അനപ്പോൾ ഇതുവഴി കയറി നോക്കട്ടെ. കയറുമ്പോൾ അറിയാം. Oh, I think something is there. അട്ട ഉണ്ടെന്ന് തോന്നുന്നു. അട്ട. A what? You see, it's leech. A what? Leech. A leech? A leech. You don't know the leech, the blood sucking? Oh, okay, but not a snake. Yeah, Oh, okay, it's probably. I think it's there. You see, okay? Oh, കാടിന് നടുക്ക്. I think that's poop. Hmm? Looks like poop. Like an animal's. There is no leech here? Usually no. Okay. സാധാരണ ഇവിടെ അട്ട ഇല്ലെന്നാണ് പറയുന്നത്. എന്താണെന്നറിയില്ല. ഓ അടിപൊളി എന്തായാലും. You need to really watch out for it. Like maybe there'll be a snake, but usually not. ഓക്കെ. പാമ്പെല്ലാം ഉണ്ട് നമ്മളെ നാട്ടിൽ. അതേ ഇതാ കണ്ടോ, കേസ് കണ്ടോ, ഹിഡൻ കേസ്, ഹിഡൻ ഇതും. ഓ എന്താ ഫ്രെയിം വേറെ ലെവലാട്ടോ. നോക്ക് നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമ്മളിവിടെ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്ക് ഇത് കാണുമ്പോൾ തന്നെ എന്ത് രസമാണ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ഫോണിൽ ഞാൻ ഫോട്ടോസ് അവർക്ക് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. This is heaven. Woo! You look like a Mowgli. The hair, you. Mowgli from Jungle Book. Yeah. നമ്മളാ കേവിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ അമ്മോ എനിക്കിവിടെ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുമായിരുന്നു പുള്ളിക്കാരിയോട് ഈ ബർത്ത്ഡേ ആള് മറന്നാലും ഞാൻ മറക്കൂലാന്ന്. അത്ര അടിപൊളി. ഇത്രയും ദിവസം ഞാൻ എന്താ പറയുക ബെലീസിൽ നിന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഇവിടെയും കൂടെ വന്നപ്പോൾ എനിക്ക് ഇരട്ടി ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് അടിപൊളിയാണ്. നൈസാണ് കേട്ടോ. കം. ഓ വഴി നോക്കിപ്പോയില്ലെങ്കിൽ പണി കിട്ടും.
കാലിടയിൽ പോയി കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. നീ നോക്ക്, ശരിക്കും പറഞ്ഞാൽ പ്രകൃതിൻ്റെ ഒരു ഇത് വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ ആരും വരാത്തോണ്ടാട്ടോ ഇത്ര അടിപൊളിയായിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അത് എല്ലാവരും കൂടെ നശിപ്പിച്ചേനെ. പക്ഷെ ഇവിടെ ഉള്ളത് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു പ്ലാസ്റ്റിക്കോ വേറെ ഒന്നുമില്ല, അങ്ങനെ സെറ്റായിട്ട് കിടക്കുന്നു. ഓ നാച്ചുറൽ കേവ് കണ്ടാ, നോക്കൂ എന്ത് രസാ. നോക്ക് വലിയ വലിയ കല്ലുകൾ, റോക്കും. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകട്ടെ. അങ്ങോട്ട് ഇരുട്ടാണേ. നോക്ക്, വാഹോ, എനിക്കിത് ആ ഫ്രെയിമാണ് ഏറ്റവും ഇഷ്ടം. അങ്ങോട്ട് കണ്ടോ ഒരു വലിയ കുഴിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോഴാണ് അത് കണ്ടത്. ഇത് ഗുണാക്കേവ് പോലെ ഉണ്ട്. ഭയങ്കര സീനാണ്. ആരും പോകാത്ത സ്ഥലമാണ്. അപ്പോൾ ആരെ പോയിട്ട് ചിലപ്പോൾ പണിയാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുവഴി ഞാൻ വേറെ വഴി കയറാം. ആ പുള്ളിക്കാരി വന്നിട്ട് കയറാന്നാ. ഒറ്റയ്ക്ക് പോയി പെടണ്ടല്ലോ. ദിസ് വേ can come. Climb up, or you come this way too. Okay, It's okay. more difficult there. You can see the water. See? Oh, water is there? Yeah. If the water is there, I don't come. I'll come. That's why I come up there. Yeah, maybe this way. Yeah. Here. Yeah. What is this? Something? Rat or mouse? Things are right. Yeah, A rat? rat. Yeah. On there? Mhm. Oh, ew, it is. It's a dead rat. Yeah. Yeah. I'm not coming up there. Which way you're Put it going? down with, June. Let me climb from there. Don't touch it. Don't touch it. No? ഞാൻ വെള്ളമില്ലാത്ത സ്ഥലം നോക്കി പോവാ. പക്ഷെ പോകാനുള്ള വഴി അങ്ങോട്ട് കാണുന്നില്ലല്ലോ. അത് ഇതുവഴി പോയാലോ? ഇതുവഴി പോകണം. എന്നാൽ തന്നെ സ്ലിപ്പർ ഫുള്ള് വഴിക്ക് കൊണ്ടാണ് ഇരിക്കുന്നത്. നോക്കട്ടെ. യു ഗോയിങ് ദാറ്റ് വേ? I'm thinking about it. ബട്ട് He's gonna take it out. You see, it's very loose, my slipper. Oh yeah. നോക്കി നോക്കി പോ. ഞാൻ better I remove my this because it's more slippery. I think so. Yeah. Yeah. If I fall down. Just watch your steps. Watch your steps. Hey, give me your hand Okay. because it's water there. There. Wait. Yeah. Take your time. Take your time. Slowly. Yeah. Slowly. Slowly. Yeah, slowly. Wait. Maybe I'll hold it. അല്ലാ, ഇത് ഭയങ്കര ടാസ്കുള്ള പരിപാടിയാണ് കേട്ടോ. ചെരുപ്പ് ഊരിപ്പോൾ കാല് കൂടുതൽ കുത്തിക്കയറുന്നു. അയ്യോ വേണ്ട. ഇടയിൽ നല്ല ഗ്യാപ്പ് കാണുന്നുണ്ട് കുഴിയായിട്ട്. ആ കുഴിയിലൊക്കെ ഇതാണ്. കെയർഫുൾ. വാട്ട്സ് ദേർ? The dark water? It's cave. Okay, like can go there? No. Is water? Okay. ഇതാണ് ശരിക്കും ഇവിടെ അഡ്വഞ്ചർ കേട്ടോ. നോക്ക്, നല്ല ടാസ്ക്കാണ് ഇവിടെ. Yeah, different color, the big one. We'll go this way or that way? Anyway, we can You go. have flashlight? We can't go in without In the phone, that's it. I think it'll be too dark. Yeah, we need. Oh, look at the bat. There's bat. Yeah, മറ്റേ ഇതുണ്ട്, ബാറ്റ് കാണാൻ പറ്റുന്നുണ്ട്. വവ്വാല്, നിറയെ വവ്വാല് കാണാം. We call it വവ്വാൽ in my language. വവ്വാൽ. ഓ, കാല് എന്നൊക്കെ വഴി ഇങ്ങനെ അതുകൊണ്ട് കാണുന്നു തോന്നുന്നില്ല. Did you see that? It's a harpy eagle. What that? Happy eagle. Bush? It's an owl. It's an owl. Right there. Owl. See his face? Beautiful owl. Okay. മൂങ്ങയാണ് പറഞ്ഞു. The rat. മൂങ്ങ അങ്ങോട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതേ അവിടെ ഇരിക്കുന്നുണ്ട്. That was a big owl. പക്ഷെ ഗോപ്രോയിൽ സൂം ചെയ്യാൻ പറ്റാത്തോണ്ട് അറിയാൻ പറ്റുന്നില്ല. മേ ബി. ഓ, ഈ വഴി പോലെ ടാസ്ക് ആണല്ലോ. എന്താ ഗ്യാപ്പ് കണ്ട, കാലൊക്കെ കുടിയാനുള്ള സാധ്യതയുണ്ട്. I don't know if I want to go inside. Yeah. We're not going far. I'm just gonna show you. What if a jaguar lives in there? No jaguar. Jaguar? There are. We have. No, not here. On that one, yes, but this has water. Jaguar goes on. What's that? There's another cave that actual jaguar lives there. Really? It's more, yeah, approximately like 15 minutes walking. You been there? I live here. ഓ, പൊളി. അങ്ങോട്ട് പോയിട്ടുണ്ട്, ജാഗോറൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ചാടണം. ദേ
ചേടാ ഞാനിതെങ്ങനെ ചാടും? Maybe I'll touch there. Yeah, if you want. Okay. Just Yeah, that's good. Yeah. അവിടെ ഇരുട്ടാണ് കേട്ടോ. അങ്ങോട്ട് ശരിക്കും ഉള്ളിലേക്ക് കുറേ ഉണ്ട്. ആ സൈഡിലെല്ലാം ആ ജാഗറുള്ളത് അടിപൊളിയായിരിക്കും, അഡ്വഞ്ചർ ആയിരിക്കും. പക്ഷെ ഞാൻ പോകുന്നില്ല. ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പോകില്ല, ഇവരുണ്ടെങ്കിലും ഞാൻ പോകുന്നില്ല. റിസ്ക് എടുക്കാൻ പറ്റില്ല. ഒരിച്ചിരി റിസ്ക് എടുക്കാം, പക്ഷെ ഒരു ലിമിറ്റ് കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. അങ്ങോട്ട് എന്തായിരിക്കും ഈ ജാഗർ ശരിക്കും ഉണ്ടെങ്കിലോ? നോക്ക് നോക്ക്, ശരിക്കും അഡ്വഞ്ചറാ. Give me the phone. You'll fall down maybe. ഓ ടാസ്ക് ആണ് കേട്ടോ അത്. that one is just clean. Yeah. ഓ Hello. Go. Maybe if the jaguar is there, it will come. He'll come eat us. ഇത് നോക്ക്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് നടന്ന് പോകാൻ പറ്റും. പക്ഷെ ഇങ്ങനെ നടക്കുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇതാണ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ആയിരിക്കും ഈസി ആണല്ലോ എന്ന്. പക്ഷെ അതിങ്ങനെ മോളിൽ നിന്ന് ഞാൻ എടുക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ അതിങ്ങനെ കുത്തനെ നിൽക്കുന്നതാണ് കേട്ടോ. അതും ഇരുട്ടാണ്. ഉള്ളിലേക്ക് കണ്ട അവിടെ ഇങ്ങനെ റൗണ്ടിൽ അതാണ് ഡാർക്കായിട്ടുണ്ട് കണ്ട. ഉള്ളിലേക്ക് അങ്ങോട്ടൊന്നും കാണാൻ പറ്റില്ല, അങ്ങനെ ഇരുട്ടായിട്ടാണുള്ളത്. കുറേ പോയി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം അഡ്വഞ്ചർ ആയിരിക്കും. പക്ഷെ പോകണമെന്നുള്ളതാണ് നമ്മളുടെ ഇഷ്ടമാണ്, പോകണോ വേണ്ടേ എന്നുള്ളത്. We'll go there or no? You want to go there? Little bit. But I think it's risk. Yeah. What do you think? We don't have light. We don't have light. A light, we can use the phone flash. But it's not about the light. You see the... Yeah, it's You the see? rocks. Yeah, the rocks. It's difficult, I think. Yeah. അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് അധികം അഡ്വഞ്ചറസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമ്മളിനി തിരിച്ച് ആ സൈഡിലേക്ക് തന്നെ പോവാണ് കേട്ടോ. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ നല്ല പേടിയുണ്ട്. കാരണം കുറച്ച് നല്ല റിസ്ക് ഉണ്ട് കണ്ടോ. ഇതുപോലത്തെ ഷാർപ്പായിട്ടുള്ള സാധനമാണ് കണ്ടോ. ഇതെങ്ങനെ ഇരിക്കുന്നു, ഇത് പിന്നെ കുറച്ച് ഇങ്ങനെ സോഫ്റ്റായി. ഇത് കണ്ടോ ഇങ്ങനെ ഷാർപ്പായിട്ട് ഇരിക്കുന്നില്ലേ, അതുപോലത്തെ സാധനത്തിൽ കൂടെ നമ്മൾ ചവിട്ടി പോകണം. എത്ര ഉള്ളത് ആകെ ദേഹൻ്റെ ഒരു വിരലിൻ്റെ അത്രേ അതുള്ളൂ. ആ ഒരു ഗ്യാപ്പ് കൂടെ നമ്മൾ പോകണം. അത് പിന്നെ അത് റിസ്ക് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. അടുത്തത് കണ്ടോ, ഇവിടെ നിൽക്കാൻ തന്നെ പറ്റില്ല. നിൽക്കുമ്പോൾ തന്നെ കാലിങ്ങനെ ചീത്തയായി പോവും, മുറിഞ്ഞു പോവും. അത്രയ്ക്കും പാടാണ് കണ്ടോ. ഇങ്ങനെ കുത്തണ സാധനമാണ് ഇരിക്കുന്നത്. ഇതേ പോകുന്നുണ്ട അതുവഴി പോകാൻ നല്ല ടാസ്ക്കാണ്. എനിക്കും പോകണമെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഗുഹ പോലെ കാണുന്നുണ്ട്. അത് വെള്ളമായിരിക്കും. നേരെ ചാടിക്കഴിഞ്ഞാൽ വെള്ളത്തിലെത്തും. അങ്ങനെ പുള്ളിക്കാരി പറയുന്നു പോണ്ട, പേടിയാവുന്നെന്ന്. എൻ്റെ പിറന്നാളായിട്ട് എന്നെ പേടിപ്പിക്കല്ലേ എന്നൊക്കെ പറയുന്നു. കണ്ടിട്ട് ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട് തന്നെ ഉണ്ട്. ആൾക്ക് പോകണമെന്നുണ്ട്, എനിക്കും പോകണമെന്നൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യാണ്ട് പോകാനും പറ്റൂല കേട്ടോ. ഇവിടെ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ നേരെ താഴെ കിടക്കും. നല്ല ടാസ്ക്കാണ്. അവിടെ കുഴിയാണ്. ആക്ച്വലി പുള്ളിക്കാരൻ്റെ തൊട്ട് മുന്നിൽ കുഴിയോ. വാട്ടർ കണ്ട ഈ കുഴീൻ്റെ ഗ്യാപ്പിലൊക്കെ വലിയ ആഴത്തിലുള്ള വെള്ളമാണ്. പെട്ട് കഴിഞ്ഞാൽ നീന്താൻ പോലും അറിയാം. നീന്താൻ അറിഞ്ഞാൽ ആ ഗ്യാപ്പ് കൂടെ കയറി പോകാൻ പറ്റില്ല. ഓഫ് കോഴ്സ് വെയിറ്റ് Maybe you give... Yeah. Then me also. Wait. Slowly. ദേ നോക്ക്, ആ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് മതി ഞാൻ പോകാൻ വേണ്ടിയിട്ട്. വെയിറ്റ്. Let me come along. Yeah. Yay. ഞാൻ ഒറ്റയ്ക്കൊക്കെ ആവുന്ന സമയത്ത് കുടുങ്ങി പോകുമ്പോൾ എങ്ങനെയല്ലൊക്കെ രക്ഷപ്പെടണമല്ലോ. ആരിലൊക്കെ പിടിക്കാണ്ടെങ്കിൽ ഇനി ഒറ്റയ്ക്കാവുമ്പോൾ സമയത്ത് ആരും പിടിക്കാണ്ടാവില്ലല്ലോ. സോ ഒറ്റയ്ക്ക് അത് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഈ വരയിലുണ്ടല്ലോ അവർ മീനിൻ്റെ കൂടെ ഇട്ടിട്ട് കഴിക്കുന്ന പറയണത്. വിത്ത് ഫിഷ്, സ്റ്റീം ഫിഷ്. ഓക്കെ, നമ്മൾ ബോയിൽ ചെയ്തുണ്ടാക്കൂലേ ആ ഒരു സാധനം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല. മണത്ത് നോക്കുമ്പോൾ നമ്മുടെ പുകലയുണ്ടല്ലോ, അടയ്ക്ക മുറുക്കുന്ന പുകല. വെറ്റില പുകലല്ല, വെറ്റിലേൻ്റെ സ്മെല്ലാണിത്. അവിടെ കണ്ടോ ഇങ്ങനെ ചെറിയ സൗണ്ട് കേൾക്കുന്നത്. ആ സൗണ്ട് ആ ഒരു കല്ലുകളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഇതിലേക്ക് എത്തുന്നുണ്ട്. അത് കൂടുതൽ തണുപ്പാണ് കേട്ടോ. ശരിക്കും ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെ ആഴമില്ല, പക്ഷെ അങ്ങോട്ട് എത്തുന്ന സമയത്ത് ആഴമുണ്ട്.
പക്ഷെ എന്നാലും നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നില്ലേ ഈ കളർ കണ്ടോ, അവിടെ എല്ലാം ആക്ച്വലി ആഴമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് നീന്തിയിട്ട് അപ്പുറത്തേക്ക് പോകായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് നീന്തിയിട്ട് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റൂല. സോ ഇവിടെ ഇറങ്ങാം. ഇവിടെ ഓക്കെയാണ് കണ്ടോ, ഇവിടെ നേരെ കാണാൻ പറ്റും. അവിടം വരെ ഒരു മുട്ട് വരെ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്ത് രസാ അവിടെ ഉണ്ടാവും. കൂടുതൽ ബ്ലൂ ആയിട്ടുള്ള സ്ഥലത്തെല്ലാം നല്ല ഡാർക്കായിരിക്കും, അതായത് ഡീപ്പായിരിക്കും. കണ്ടോ അവിടെ അതെ, ഇവിടെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലെല്ലാം എന്താ. പക്ഷെ ഇവിടെ ഉണ്ടോ ശരിക്കും അടിയിൽ അത് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവിടെ ആഴമുണ്ട്, പോകാൻ പറ്റൂല. പക്ഷെ നീന്തൽ നല്ലപോലെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിൽ കടന്ന് അർമാദിച്ചേനെ. ഇതുപോലത്തെ വേറെയും കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ അടുത്ത് നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞവർ. റിവറും വേറെ മൗണ്ടെയിനും അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. എനിക്ക് ആക്ച്വലി ഇത് കണ്ടിട്ട് കൊതി മാറുന്നില്ല കേട്ടോ, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. അത് ഇത്രയും ബ്യൂട്ടിഫുൾ ആവാൻ കാരണം ഇവിടെ ആരും വന്നിട്ട് ഇത് നശിപ്പിക്കുന്നില്ല. കണ്ടോ, ഒരു നാച്ചുറലി അവിടുന്ന് വീണിട്ടുള്ള ഇലകളാണ് പൂത്ത് കിടക്കുന്നതാണ് ഇവിടെ വീണിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല ക്ലീൻ അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇവിടെ നിലം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇവിടെ ഭയങ്കര ഡീപ്പാണ്. ആക്ച്വലി ഡ്രോണൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ട് ഇവിടെ ഡ്രോണ് പറത്താൻ പറ്റില്ല കേട്ടോ. ഇവിടെ എത്തിയ സമയത്ത് അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡ്രോണിനാണെങ്കിൽ ശരിക്കും അത് പറത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ മുകളിൽ നിന്ന് കാണാൻ. അപ്പോൾ കറക്റ്റ് ആ ഒരു ബ്ലൂ കളർ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് അറിയാൻ പറ്റിയേനെ. നമ്മളിവിടെ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വില്ലേജിലേക്ക് പോവാണ്. മായൻ വില്ലേജും അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം. ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വില്ലേജാണ്. ഭയങ്കര കൾച്ചറൽ ഫുഡാണെങ്കിലും ഭാഷയാണെങ്കിലും അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ എനിക്ക് കേട്ടറിയാനുണ്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.